ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഓണമൊക്കെ ആഘോഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നല്ലൊരു ഓണം ആയിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഞങ്ങൾക്ക് ഇപ്രാവശ്യം നല്ല ഓണമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഫസ്റ്റ് ഓണമായിരുന്നു ഇപ്രാവശ്യം. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി. ഞങ്ങളുടെ ആദ്യത്തെ ഓണമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ എല്ലാ സ്റ്റോക്കും തന്നെ തൂത്തുപെറുക്കി വിറ്റുപോയി. കാരണം വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള ഭംഗിയുള്ള കുർത്തീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ഒരു പണച്ചെലവില്ലാതെ ഒരുപാട് എണ്ണം വാങ്ങിക്കാൻ പറ്റിയ ഒരു സംഭവമല്ല. ഇതെങ്ങനെയുണ്ട്? നമ്മുടെ തൊട്ടടുത്ത ദിവസത്തെ വീഡിയോയിലാണ് കേട്ടോ. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള അടിപൊളി ഒരു സംഭവമാണ് വിത്ത് ലൈനിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓണാവധിക്ക് ചെയ്ത കാര്യം എന്താണെന്ന് പറയാം. ഓണത്തിന്റെ അവധി എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കേഴ്സ് എല്ലാം തന്നെ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പൊ അവർക്ക് ഓണത്തിന് പ്രത്യേകിച്ച് ഒരു അവധിയോ നാട്ടിപ്പോക്കോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവരും ഫ്രീ ആയിരുന്നു. പിന്നെ ഓണത്തിന്റെ കുറച്ച് തിരക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഒക്കെ ഫ്രീ ആയി. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ യൂണിറ്റിൽ അവൈലബിൾ ആയിരുന്ന കുറച്ച് മെറ്റീരിയൽസ്, റണ്ണിങ് മെറ്റീരിയൽസ്, അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള പ്രോഡക്ട്സിന്റെ തന്നെ മെറ്റീരിയൽസ് കുറച്ചൊക്കെ മിച്ചം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ നല്ല അടിപൊളി കുർത്തീസ് മേക്ക് ചെയ്തിട്ടുണ്ട്. അതും വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മുടെ വീഡിയോസിൽ കണ്ട അത് പർച്ചേസ് ചെയ്താൽ കൊള്ളാം, അടിപൊളിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കുർത്തീസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം റെഡി ആയിട്ടുണ്ട് ആണല്ലോ. അടിപൊളി പ്രോഡക്ട്സ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം വരും ദിവസത്തിലെ വീഡിയോസിൽ കാണാം. നല്ല ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഒരു ബണ്ടിലൊന്ന് പൊട്ടിച്ച് നോക്കാവേ. ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത് എന്ത് സംഭവം അറിയണ്ടേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഹൈ ഡിമാൻഡ് ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് അന്നൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി തീർന്നു. ആ ഓണത്തിന്റെ തിരക്ക് കാരണം നമുക്ക് പിന്നെ അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയില്ല. അപ്പൊ നമ്മൾ ഓണത്തിന്റെ അവധിക്ക് നമ്മുടെ യൂണിറ്റിൽ നിന്ന് മുക്കിൽ മൂലയിലും ഒക്കെ തെരഞ്ഞു പിടിച്ച് ആ ഒരു മെറ്റീരിയൽ മിച്ചമുള്ളത് കണ്ടെത്തി ചെയ്തതാണ്. അപ്പം ആ സെയിം പീസ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോ 2 പീസേ കാണുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽ അവൈലബിൾ ഉണ്ടായിരുന്ന വെച്ച് നമ്മൾ ചെയ്ത് തീർത്തതാണ്. ചിലക്ക് 2 പീസേ കാണുള്ളൂ, ചിലക്ക് 5 പീസ് കിട്ടിയിട്ടുണ്ട്, ചിലക്ക് 1 പീസേ കാണുള്ളൂ, അങ്ങനെയൊക്കെ കാണുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രോക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഒന്ന് അടുത്ത് കാണിച്ചു. ഇതെല്ലാവർക്കും ഓർമ്മ കാണും. ഈ ഫ്രോക്ക് പാറ്റേൺ ആണ് പോപ്കോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ തന്നെ കളർ ചേഞ്ച്, ഇതൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇതൊക്കെ 3-4 പീസൊക്കെ കിട്ടിയിട്ട് ഇത് ഇതിന്റെ വേറൊരു പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. കാണാം. പിന്നെ ഇത് പിന്നെ വന്നോ, ഇത് എത്ര എണ്ണം ഉണ്ട് ഈശ്വര. ഇതിന്റെ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ആ ഒരു ഇൻഡിഗോ ബ്ലൂവില് ഒരു ഫ്രോക്ക് പാറ്റേണിൽ ചെയ്ത സംഭവം ഭയങ്കര ഡിമാൻഡ്. ഇതൊക്കെ ഫ്രോക്ക് പാറ്റേൺ തന്നെയാണ് കേട്ടോ. പോപ്കോൺ ഫ്രോക്ക് പാറ്റേൺ വന്നിട്ടുള്ള ഇത് കോട്ടൺ. ഓർമ്മയില്ലേ, നല്ല അനാർക്കലി പോലെ നമ്മൾ കോട്ടൺ ചെയ്തത്. അടിപൊളി, ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. പിന്നെ ഇത് വന്നത് ഏതായാലും നന്നായിട്ടാ. ഈ സംഭവമായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നതാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ബോക്സ് പാറ്റേൺ വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡില്. അതിന്റെ തന്നെ പിങ്കും നമുക്കുണ്ടായിരുന്നു. പിങ്കും വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, 1-2 പീസ് നമുക്ക് അവൈലബിൾ ആയിരുന്നത് വെച്ച് നമ്മൾ ഒപ്പിച്ചെടുത്ത സംഭവങ്ങളാണ്. പിന്നെ ഇത് പ്യുർ കോട്ടണിൽ നമ്മൾ ചെയ്ത ഒരു അനാർക്കലി നല്ല ഫ്ലെയർ ടോപ്പ്, അത് വന്നിട്ടുണ്ട്. ഇതൊക്കെ എത്ര പീസും ഉണ്ടാവും ശരാ. ഇത് 2 പീസേ ഉള്ളു കേട്ടോ. ആരാണോ ആ ഭാഗ്യശാലി 2 എണ്ണം കിട്ടുന്നത്. ഇതും പ്യുർ കോട്ടൺ, ഒരു പിങ്ക്. ഇതൊക്കെ നമ്മൾ അവൈലബിൾ ആയിട്ട് തുണി കിട്ടുന്നത് വെച്ച് ചെയ്ത് ഒപ്പിച്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ ഇട്ടത് റൗണ്ട് നെക്ക് ആയിരുന്നു. ഇതിപ്പോ ഈ പ്രാവശ്യം വീനെക്കിലാണ് ഇടുന്നത്. ഈ പറഞ്ഞില്ലേ, നെക്കൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും. കാരണം അവരും അന്ന് ചെയ്ത ഒരു പാറ്റേൺ ഒക്കെ അവരും മറന്നു പോകുമല്ലോ. പിന്നെ ഇത് വൈറ്റ്, നമ്മൾ കുറച്ച് വൈറ്റ് ചെയ്തായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച്. ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു വൈറ്റില് ഡിസൈൻ, ഇതുപോലെ കുഞ്ഞു ഡിസൈനൊക്കെ വന്നതിന്. അതൊക്കെ നമ്മൾ തുണി കത്തിപ്പിടിച്ച് എടുത്താണ് കേട്ടോ. ലെങ്ത് ഒക്കെ ചിലപ്പം ഒരു 1/2 ഇഞ്ചൊക്കെ കുറവായിരിക്കും നേരത്തെ. ഇതും നല്ല ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ഒക്കെ വന്ന സംഭവം.
ഇതായത് ഇത് ഭയങ്കര ഡിമാൻഡിൽ പോയതാണ് കേട്ടോ. വിചിത്ര സിൽക്കില് ഈ ഒരു ബാറ്റ്, വിചിത്ര സിൽക്കിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ടോ. ഇത് വന്നിട്ടുണ്ടോ, ഇത് സൂപ്പർ. ഞാനൊരു കലക്കും കേട്ടോ, കാരണം ഇതൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വിഷമിച്ചു പോയ സംഭവങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ വീഡിയോസിൽ നമുക്ക് ഇട്ട് തകർക്കാം. അപ്പൊ വാങ്ങിക്കാൻ റെഡിയാണല്ലോ. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ അടിപൊളി കുർത്തീസാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇതെല്ലാം പൊട്ടിച്ച് കാണിച്ചാല് സമയം പോകും. അതുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാം.